നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഇമ്പീരിയ PU പോളിഷാണ് ചെയ്യാൻ പോകുന്നത്. ഇത് സാധാരണ PU പോളിഷേക്കാളും ഹൈ ക്വാളിറ്റിയാണ്. ഈ ഇമ്പീരിയ PU പോളിഷ് ഹൈ ഗ്ലോസി എന്ന് പറയുന്ന സാധനം 2230 രൂപ വിലയുള്ളതാണ്. ഈ ഡോറാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ബെർജർ കമ്പനിയുടെ ഇമ്പീരിയ ബ്ലാക്ക് പ്രൈമർ, അതായത് PU പോളിഷാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ആദ്യമായി അടിക്കുന്ന ബ്ലാക്ക് പ്രൈമർ എന്ന് പറയുന്ന ഒരു കൂട്ട്, അതായത് പ്രൈമറിൽ നമ്മൾ സാധാരണ അടിക്കുന്ന മെലമിൻ ഷീലറും മെലമിൻ പോളിഷുമാണ് ചെയ്യുന്നത്. ഇത് അതിനെക്കാട്ടും ഒരു മടങ്ങ് കൂടുതലാണ്. ഇറ്റാലിയൻ PU എന്നാണ് ഇതിൻ്റെ പേര്. ഇത് അടിച്ചിട്ട് നമ്മൾ മെലമിൻ ഷീലറും മെലമിൻ പോളിഷും ചെയ്യുമ്പോൾ ഇത് ആ മെലമിൻ ഷീലറിൻ്റെ അടിയിലുള്ളതുകൊണ്ട് ഇത് ആ വുഡിൻ്റെ എല്ലാ ഭാഗവും ചെറിയ ചെറിയ കുഴിയൊക്കെ പോയി അടഞ്ഞ് നല്ല രീതിയിൽ റിസൾട്ട് തരും. നമ്മൾ ഇത് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നതാണ്. നിങ്ങളൊന്ന് നോക്കുക. നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ അടുത്തടുത്ത വീഡിയോകൾ നിറയെ ഇടാനുള്ളതാണ്. നേരത്തെ വിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇത് ഇമ്പീരിയൽ PU ആണ് ആദ്യമായിട്ട് ഇടുന്നത്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കാണുവാണെങ്കിൽ ഇതിലുള്ള റിസൾട്ട് നല്ല രീതിയായി കാണാൻ പറ്റും. ഇതിൻ്റെ ഹാർഡനർ 1/2 ലിറ്റർ ആണ്. ഇതെല്ലാം 1 ലിറ്റർ, അതായത് 800 ml 200 ഹാർഡനറായിട്ട് നോർമൽ എല്ലാവരും വരുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 1/2 ലിറ്റർ പ്രൈമറും 1/2 ലിറ്റർ ഹാർഡനറും ആയിട്ടാണ്. അങ്ങനെയാണ് 1 ലിറ്റർ വരുന്നത്. ഇത് നമുക്ക് ചെയ്യുമ്പോൾ വുഡില് ഉള്ള പ്രോബ്ലം, അതായത് അടുത്ത ഈ കുത്തൽ വീഴുന്നത്, പിന്നെ ഈ വുഡിലൊക്കെ എന്താ പറയുക, ഒരു വുഡൊക്കെ വിരിവ് കാണും, വിടവ് നമ്മൾ സാധാരണ കുട്ടി വെച്ച് അടയ്ക്കും. അടച്ചാൽ തന്നെ അത് ഒരു 6 മാസം 7 മാസം കൊണ്ട് തിരിച്ചും ആ വിടവ് വീഴും. ആ വിടവ് ലോക്ക് ചെയ്യുന്നതാണ് ഈ പ്രൈമർ.
ഇതിപ്പോൾ നമ്മൾ പുട്ടി വെച്ച് പേപ്പർ പിടിച്ചിട്ടുള്ളതാണ്. അത് നോർമൽ എല്ലാ വീഡിയോയിലും നമ്മൾ ഇടാറുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന രീതിയിൽ പ്യൂ പോളിഷ് എടുത്താലും നോർമൽ മെലമൈൻ പോളിഷ് അടിച്ചാലും ഇതാണ് ചെയ്യാൻ പോകുന്നത്. ആ ഉള്ള സംഭവങ്ങൾ കംപ്ലീറ്റ് തീർത്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് കളർ മാറ്റാൻ, ആ വൈറ്റ് മാറ്റാൻ വേണ്ടി നമ്മളിപ്പോൾ കളർ എടുക്കുന്നു. അത് സാധാ ഷൈനിങ് സീലറിൽ വാൽനട്ട് കളർന്ന് നോർമൽ അത് എല്ലാ വീഡിയോയിലും ഇടാനുള്ളതല്ലേ, അതുകൊണ്ട് അത് വീഡിയോ കലക്കുന്നൊക്കെ എടുത്തിട്ടില്ല. ഇതാ കളർ കളർന്നത് എടുത്തിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത വീഡിയോ കാണാം. അയ്യോ അതുകൊണ്ട് കഷ്ടമാണ്. ഇമ്പീരിയ ഷീലർ മിക്സിംഗ് ആണ്. ഷീലറാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ കളർ മാറ്റിയ ഡോറാണത്. കളർ മാറ്റിയെന്നുണ്ടെങ്കിൽ വിടനും ചെയ്ത് നല്ല പേപ്പർ പിടിച്ചിട്ട് അതിനെ പുറത്താണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അടിച്ച് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ് ഗ്ലോസി അടിക്കാൻ പാടുള്ളൂ.
നമ്മളിപ്പോൾ ഫൈനൽ സ്റ്റേജിലേക്ക് പോയിരിക്കുകയാണ്. ഇതാണ് ഫൈനൽ സ്റ്റേജിലുള്ള ഇമ്പീരിയ ക്ലിയർ ഹൈ ക്ലോസി എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ഹാർഡനർ, ഇത് സാധനം 1/2 ലിറ്ററേ ഉള്ളൂ. ഇത് 1/2 ലിറ്റർ ഹാർഡനർ ഒഴിക്കണം. ടിന്നർ, അതിനെ എപ്പോഴും ഇതിനെ മാത്രം ടിന്നർ നമ്മൾ 1/2 ലിറ്റർ ഒഴിക്കണം. അതായത് 3 കൂടി വരുമ്പോൾ 1.5 ലിറ്റർ സാധനമാവും. ഈ 1.5 ലിറ്റർ സാധനമാണ് നമ്മൾ ഡോറിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഈ ഹൈ ക്ലോസി പോളിഷ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ഈ സാധനം ഒഴിച്ചു വെച്ചിട്ട് ഹാർഡനറും ടിന്നറും മറ്റേ പോളിഷും ഒഴിച്ച് കഴക്കി വെച്ചിട്ട് കറക്റ്റ് ഒരു 15 മിനിറ്റെങ്കിലും ഈ സാധനം ഇങ്ങനെ തന്നെ ഇരിക്കണം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടേ എടുത്ത് സ്പ്രേ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇതിലൊരുമാതിരി ബബിൾസ് വരും. ഇത് ട്രേ ആകണം. ട്രേ ആയി കഴിഞ്ഞാലേ ഇതിനുള്ള ആ ഗ്ലോസി, അതായത് ക്ലിയർ ഗ്ലോസി കിട്ടും നമുക്ക്. ഫൈനൽ സ്റ്റേജിലുള്ളത് ഇമ്പീരിയ പോളിഷാണ് അടിക്കാൻ പോകുന്നത്. ഹൈ ഗ്ലോസി ആണത്. ഫൈനൽ സ്റ്റേജാണ്. ഷീലർ അടിച്ചിട്ട് 4 മണിക്കൂർ കഴിഞ്ഞിട്ടാ ഈ ഫൈനൽ സ്റ്റേജിലുള്ള നിലയിൽ അടിക്കാൻ പോകുന്നത്. ലൈറ്റിന് ഓഫ് ചെയ്യും.
നമ്മൾ ഈ ഡോറും പണി കംപ്ലീറ്റ് തീർത്തിരിക്കുകയാണ്. ഇത് ഇമ്പീരിയ ഹൈ ക്ലോസി എന്ന് പറയുന്ന മെലാമീനാണ്. ഇതിന്റെ ഫിനിഷിംഗ് സാധാ നമ്മൾ മെലാമീൻ കൊടുക്കുന്നതിനേക്കാളും നല്ല റിസൾട്ട് ഉണ്ട്, നല്ല തിളക്കമുണ്ട്. താഴെ